അപ്പോ നമ്മുടെ ഇന്നത്തെ പരിപാടി മത്തിയും ജാമുമാണ് കേട്ടോ. പച്ചമത്തിയും ജാമും അവര് കാണുന്നില്ലേ? കഴിച്ചോക്കിയാലോ. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. ആൾക്കാർക്ക് എന്താണോ എന്ന് തോന്നുന്നത് അത് കഴിക്കുമ്പോഴാണ് ക്ലിക്ക് ആവുക. അങ്ങനെ വിചാരിച്ച വീഡിയോസ് അതിലാണ് എന്റെ ത്രില്ലിരിക്കുന്നത്. അങ്ങനെയാണ് എന്റെ ത്രില്ലിരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ അവതരിപ്പിക്കുന്നു ചിക്കൻ ഗ്ലൂക്കോസ് ഐസ്ക്രീം. പച്ച ചിക്കനാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെ ഒരു വെറൈറ്റി ആയിട്ട് ആരും ഇതുവരെ കൊണ്ടുവന്നായിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കാണാൻ പറ്റിയിട്ടില്ല. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ഇതാവുമ്പോൾ കുറച്ചുകൂടി ക്ലിക്ക് ആവുമല്ലോ വെച്ചാൽ അങ്ങനെ ഭാഗ്യത്തിന് അത് ചെയ്തു, ക്ലിക്കായി. കമന്റ്സ് ഒക്കെ ഉണ്ടാവും, ബാഡ് കമന്റ്സ് ആയിട്ടും തെറിവിളിയൊക്കെ ഉണ്ടാവും. ഇറച്ചി അടപ്രഥമൻ, ചിക്കൻ അടപ്രഥമൻ, അതേ മോഡല് ബീഫ്, ഐസ്ക്രീം ഇതൊക്കെ കഴിച്ചപ്പോൾ ഇല്ലാത്തൊരു വികാരമാണ് മത്തി കഴിച്ചപ്പോൾ. അത് എന്തൊരു ചവയാ. ഒരു പ്രത്യേക ജീവിതല്ലേ. നമ്മൾ ഈ വീഡിയോസ് ഒക്കെ തുടങ്ങിയ സമയമുണ്ടല്ലോ, ആ സമയത്തൊക്കെ ഉള്ളൊരു ആളുകളുടെ റിയാക്ഷൻ ഒക്കെ എങ്ങനെയായിരുന്നു? വീഡിയോസ് ഒക്കെ തുടങ്ങിയ സമയത്ത് ഒരാള് സപ്പോർട്ട് ഇല്ലായിരുന്നു. കാരണം ഞാൻ അങ്ങനത്തെ വീഡിയോ ആണല്ലോ ചെയ്യല്. ഫുള്ള് വെറുതെ രൂപമായിട്ടും ഭയങ്കര ഫേസ് ഒക്കെ അങ്ങനെ വീർപ്പിച്ച് കുറെ മേക്കപ്പ് ഒക്കെ വലിച്ചു വാരിയിട്ടിട്ടുള്ള വീഡിയോസാ. അപ്പൊ ആൾക്കാർ കളിയാക്കിയായിരുന്നു, വട്ടിട്ട് ഊക്കിയിട്ടൊക്കെ ഉണ്ട്. ആദ്യമായിട്ട് ആങ്കർ നോക്കാൻ പോകുന്നു. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണേ. മധുരമില്ലാത്ത പായസം പോലെ. ഹായ്, ഹലോ, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഞാൻ സ്നേഹ. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഇൻസ്റ്റാഗ്രാമിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. വൈറലൊന്നും പറയാൻ പറ്റത്തില്ല, അടാർ വൈറലാണ്. നമ്മൾ ഈ വിശന്ന് പൊരിഞ്ഞിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് എന്ത് കിട്ടിയാലും നമ്മൾ അത്ര ഭയങ്കര ടേസ്റ്റോടുകൂടി കഴിക്കും. പക്ഷേ ഈ വിശക്കാത്ത സമയത്തൊക്കെ നമ്മളിങ്ങനെ എന്താ പറയുന്നത്, ഈ വിയേർഡ് കോമ്പോസ് ഒക്കെ കിട്ടുവാണെങ്കിൽ നമ്മൾ എങ്ങനെ കഴിക്കും? അല്ലെങ്കിൽ ഈ ഫുഡൊക്കെ നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല. അപ്പം ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ പച്ച മീനും പച്ച ഇറച്ചിയും ഐസ്ക്രീമും കഴിക്കുന്നത് എല്ലാരും പച്ചക്ക് കഴിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഇന്ന് ഞാൻ റിച്ചൂസിന്റെ ഒരു സ്റ്റൈൽ പിടിച്ചങ്ങ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞാണ്. കാരണം ഞാന് റിച്ചൂസിന്റെ ശരിക്കുള്ള പേര് ശ്രീമിന എന്നാണ്. അത് ആർക്കും കിട്ടൂല, പറഞ്ഞിട്ട് കാര്യമല്ല, ആർക്കും കിട്ടില്ല. ശ്രീമിന എത്ര പ്രാവശ്യം പറഞ്ഞാലും മനസ്സിലാവില്ല. 2 പ്രാവശ്യം എന്തായാലും പറയൂ ആള്. ഞാൻ പിന്നെ ശ്രീമിന എന്ന് വിളിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ റിച്ചൂസ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, എന്റെ പൊന്ന് റിച്ചൂസേ, എന്തൊക്കെയാണ് ഈ കാണുന്നത്? എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. മറ്റേ കോമഡി പറഞ്ഞ് വൈറലാകുന്നവര്, ചളി പറഞ്ഞ് വൈറലാകുന്നവര്, എന്താ പറഞ്ഞു, പിന്നെ നല്ല നല്ല ഫുഡ് ഉണ്ടാക്കി വൈറലാവുന്നവര്. പക്ഷെ ഇങ്ങനെ ഈ പച്ചമീനും മീറ്റും ഐസ്ക്രീം ഒക്കെ ഇങ്ങനെ പച്ചക്ക് കഴിച്ച് വൈറലാവുന്ന ഒരു പെൺകുട്ടി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് എവിടുന്ന് വന്നു ഈ ഐഡിയ ഒക്കെ? അതൊക്കെ എനിക്ക് തോന്നി അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് നമ്മളെ പെട്ടെന്ന് ക്ലിക്ക് ആവുമല്ലോ. കമന്റ്സ് ഒക്കെ ഉണ്ടാവും, ബാഡ് കമന്റ്സ് ആയിട്ടും തെറിവിളിയൊക്കെ ഉണ്ടാവും. പക്ഷെ ക്ലിക്ക് ആവും. ഇപ്പൊ എല്ലാവരും ഒന്നെങ്കിൽ സാധാരണ മോഡലുള്ള വീഡിയോ, അല്ലെങ്കിൽ വേറെ ഇങ്ങനെ ഒരു വെറൈറ്റി ആയിട്ട് ആരും ഇതുവരെ കൊണ്ടുവന്നായിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കാണാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ഇതാവുമ്പോൾ കുറച്ചുകൂടി ക്ലിക്ക് ആവുമല്ലോ വെച്ചാൽ അങ്ങനെ ഭാഗ്യത്തിന് അത് ചെയ്തു, ക്ലിക്കായി, കുറേ ആൾക്കാർ കണ്ടു. പിന്നെ കമന്റ് ബോക്സ് ഒക്കെ എടുത്ത് നോക്കിയാൽ കുറേ തെറിയൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ഒരു സന്തോഷം. അവരവരിഷ്ടം പോലെയൊക്കെ പറയട്ടെ എന്ന് വിചാരിച്ച് കമന്റ് ഓൺ ആക്കിയിട്ടോ ഞാൻ വീഡിയോ ഒക്കെ ചെയ്യല്. പിന്നെ എനിക്ക് ഉറപ്പാണ് കമന്റിൽ എന്തായാലും ആൾക്കാർ 3/4 ആൾക്കാരും മോശമേ പറയുള്ളൂ എന്ന്. കാരണം പൊതുവെ നമ്മളെ ആൾക്കാർക്കൊക്കെ ഈ പച്ച മീനും ഇറച്ചിയൊക്കെ കഴിക്കാന്ന് പറയുന്നത് വളരെ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണല്ലോ. അപ്പൊ അതിനെ കുറിച്ച് മത്തിയെ കഴിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ മുമ്പത്തെ ഇതിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മത്തി ഭയങ്കര ഇടങ്ങാറാണ്, ഭയങ്കര സ്മെല്ലാണ്, ചവച്ച് അയ്യോ വീഡിയോ കഴിഞ്ഞാൽ മതി എന്നുള്ളൊരു വിചാരം വരും നമുക്ക്. അങ്ങനത്തെ ഒരു ചിക്കനും അതേ മോഡൽ ബീഫൊക്കെ കഴിക്കാൻ നല്ല ഒരു ടേസ്റ്റ് ആണ്. എന്ന് വെച്ചാൽ ടേസ്റ്റ് വെച്ചാൽ പ്രത്യേകിച്ച് വലിയ ഒരു ടേസ്റ്റ് ഇല്ല. ചവയ്ക്കുമ്പോ ഒക്കെ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടൂല. മത്തിക്കൊക്കെ ഭയങ്കര സ്മെല്ലല്ലേ അതിന്റെ ഒരു. അതെ, ഞാൻ ഇങ്ങനെ ചോദിക്കണമെന്നിരിക്കെ, നമ്മളിതൊക്കെ ആദ്യമായിട്ട് കഴിക്കുമ്പോൾ ഒരു വികാരം ഉണ്ടല്ലോ. അതായത് നമുക്കൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ മീനൊന്നും പച്ചയ്ക്ക് വെട്ടാൻ പോലും അറിയാൻ പാടില്ല. സത്യം, അത് തന്നെയാണ് സത്യം. അപ്പം നമ്മളിങ്ങനെ അമ്മയൊക്കെ വീട്ടിലിങ്ങനെ മീനൊക്കെ വാങ്ങിച്ചിട്ട് വരാൻ പറയുമ്പോഴത്തേന് കവറൊക്കെ ഇങ്ങനെ കൊണ്ടുപോകും. അതെ, മത്തിക്കട അല്ലെങ്കിൽ മീൻ കടയിൽ എത്തുമ്പോ എല്ലാവർക്കും ഒരു അങ്ങനെ ഒരു എക്സ്പ്രഷൻ ഉണ്ടാവും. പക്ഷെ ഇത് പൊരിച്ച് തിന്നുന്നവർക്ക് ഭയങ്കര കഴിക്കാന്ന് പറയുമ്പോ ആൾക്കാർക്ക് അപ്പൊ ഇതിന്റെ ഒരു
വികാരം എന്തായിരുന്നു? അതായത് നമ്മൾ ആദ്യമായിട്ടൊക്കെ ഇതൊന്ന് ടേസ്റ്റ് ചെയ്തില്ലേ, ഇങ്ങനൊക്കെ വിചാരിച്ചിട്ട് ഇറച്ചി മീനൊക്കെ ആദ്യമായിട്ട് ഇറച്ചി അടപ്രഥമൻ, ചിക്കൻ അടപ്രഥമൻ, അതേ മോഡല് ബീഫ്, ഐസ്ക്രീം ഇതൊക്കെ കഴിച്ചപ്പോ ഇല്ലാത്തൊരു വികാരമാണ് മത്തി കഴിച്ചപ്പോ. അത് എന്തൊരു ചവയാ എന്നുള്ള ഒരു ഇത് വന്ന്. പിന്നെ വീഡിയോയില് നമുക്കൊരു കണ്ടന്റ് വേണമല്ലോ, അങ്ങനെ ഞാൻ ആ മത്തി കഴിക്കണ ഒരു വീഡിയോ എടുത്താണ്. പക്ഷെ അത് എല്ലാത്തിനേക്കാളും കൂടുതൽ ആൾക്കാരിലേക്ക് പോയി. അത് ബാഡ് ആയിട്ടാണെങ്കിലും മോശമായിട്ടാണെങ്കിലും ആൾക്കാർക്ക് ഷെയർ ചെയ്ത് അത് കുറെ ആൾക്കാരിലേക്ക് എത്തി. അങ്ങനെ അത് ക്ലിക്കായി. അങ്ങനെയാണ് ആൾക്കാർ കണ്ടപ്പോ പുറത്തൊക്കെ പോകുമ്പോ പച്ച ചിക്കൻ കഴിക്കണ ചേച്ചി, പച്ചമീൻ കഴിക്കണ ചേച്ചി, അങ്ങനെയാ പിന്നെ അറിയപ്പെടുക. ആദ്യമൊക്കെ ആ റിച്ചൂസ് അല്ലെങ്കിൽ ശ്രിമിന ആ ഒരു ഇൻസ്റ്റാഗ്രാം അങ്ങനത്തെ ഒരു മൈൻഡിൽ ആൾക്കാർ താമസിക്കും. ഇപ്പൊ അതേ പച്ചയിറച്ചി നിന്ന് ചേച്ചി പോണം, അങ്ങനെ ആൾക്കാർ പറയാൻ തുടങ്ങി. മീൻ കഴിച്ചിട്ടാ പോകുന്നൊക്കെ പറയല്ലേ. അതെ, ഇനിയാണ് നമ്മളുടെ പ്രേക്ഷകരെ കാത്തിരിക്കുന്ന, ആകാംക്ഷയോട് കാത്തിരിക്കുന്ന ആ ഒരു മുഹൂർത്തം. അതെ, നമ്മളിങ്ങനെ ഫുഡ് കഴിക്കാൻ പോവാണ്. ഞങ്ങൾ കുറച്ചധികം സാധനങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് റിച്ചുവിന് കഴിക്കാൻ വേണ്ടി. അപ്പൊ റിച്ചു തന്നെ, ഞാനും കുറച്ച് സജഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ പോലും റിച്ചുവിന് ഇഷ്ടമുള്ള ഇതിൽ നിന്ന് കോംബോ ഒക്കെ ആക്കിയിട്ട് റിച്ചു നമുക്ക് വേണ്ടി കുറച്ച് വിയേർഡ് കോംബോസ് ഒക്കെ പരീക്ഷിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾക്കുള്ള സാധനങ്ങള് ഗ്ലൂക്കോസ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, മത്തി ഉണ്ട്, ഐസ്ക്രീം ഉണ്ട്, ജാം ഉണ്ട്, ഹണി ഉണ്ട്, യോഗേർട്ട് ഉണ്ട്, ബിങ്കോയും ഉണ്ട് കേട്ടോ. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമുക്കുള്ളത്. അപ്പൊ റിച്ചു നമുക്ക് വേണ്ടി ഒരു വിയേർഡ് കോംബോ സെറ്റ് ചെയ്ത് കാണിക്കും. അപ്പൊ എന്തൊക്കെയാ റിച്ചു കഴിക്കാൻ പോന്നെ? ആദ്യം തന്നെ നമുക്ക് നമ്മളുടെ ട്രെൻഡിങ്ങിൽ പോയ ഓവറായിട്ടുള്ള കമന്റ്സുകളുടെ തള്ളിക്കേറ്റതിൽ നിന്നുകൊണ്ട് ഞാൻ ഏറെലായിട്ടുള്ള മത്തി കഴിക്കാം. മത്തി നമുക്ക് ജാം കഴിക്കാം. നമുക്ക് ഫസ്റ്റ് കോംബോ വരുന്നത് മത്തിയും ജാമും ആണ് കേട്ടോ. ഇതൊരു പൈനാപ്പിൾ ജാം ആണ്. അതെ, പൈനാപ്പിൾ നല്ല ടേസ്റ്റ്. പൈനാപ്പിൾ ജാം നല്ല സ്മെല്ലും നല്ല ടേസ്റ്റും ആയിരിക്കും. പക്ഷെ നമ്മളുടെ പച്ചമത്തി കേട്ടോ ഇത്, പച്ചമത്തിയും ജാമും. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇതിലിങ്ങനെ മുക്കി കഴിക്കട്ടോ. ഇതെങ്ങനെയാ ടേസ്റ്റ് നോക്കാട്ടോ. ഇങ്ങനെയൊക്കെ ഞാൻ വീഡിയോയിൽ പറയല്. അപ്പൊ ഇത് കാണുന്നുണ്ടോ? നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കട്ടോ. കഴിച്ചോക്കിയാലോ. കഴിച്ചുള്ള ഞാൻ ആലോചിക്കുമായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ മൈൻഡിൽ ഇങ്ങനെ അതൊന്നും ഇമാജിൻ ചെയ്യുമായിരുന്നു. ഇതിന് രണ്ടിന്റെ കൂടെ ടേസ്റ്റ് എങ്ങനെയാണ്. എനിക്ക് ആ മണം അടിക്കുമ്പോഴേ നമുക്ക് ഇനി അടുത്ത് നോക്കാം. അപ്പൊ ഫസ്റ്റ് കോംബോ കഴിഞ്ഞു കേട്ടോ. അടുത്ത ഏതൊക്കെയാണ് കോംബോ? നമ്മുടെ ഗ്ലൂക്കോസും ചിക്കനും ഐസ്ക്രീമും ആണ് അടുത്ത കോംബോ കേട്ടോ. ചിക്കൻ ഗ്ലൂക്കോസ് ഐസ്ക്രീം. ചിക്കൻ ഗ്ലൂക്കോസ് ഐസ്ക്രീം, അതെങ്ങനെയുണ്ട്? കൊള്ളാം അല്ലെ? നല്ല പേര്. അടുത്തതായിട്ട് നമ്മൾ അവതരിപ്പിക്കുന്നു ചിക്കൻ ഗ്ലൂക്കോസ് ഐസ്ക്രീം. അതെ, അപ്പൊ ഇത് മൂന്നും കൂടി നമുക്ക് കഴിച്ചോ കേട്ടോ. ആദ്യം നമുക്ക് ചിക്കൻ, പച്ച ചിക്കൻ ആണ്. എല്ലാവരും ഗ്ലൂക്കോസ് മുക്കണ്ടേ? ഞാൻ ഇത് കൊടുക്കാം. അടുത്തത് നമ്മുടെ ചിക്കൻ ഗ്ലൂക്കോസ് ഐസ്ക്രീം ആണ് കേട്ടോ, നമ്മുടെ റിച്ചു സ്പെഷ്യൽ. അതെ, അപ്പൊ നമുക്കിത് കഴിച്ചോക്കാം. എല്ല് തൊണ്ടേക്കൂടി കയറും, വല്ല പണിയും കിട്ടും. എങ്ങനെയുണ്ട് റിച്ചു? കൊള്ളാം കേട്ടോ. ഇത് ആ ഒരു ഉള്ളിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇത് വരത്തില്ലേ? നല്ല ടേസ്റ്റ് വരുന്നുണ്ട്. അതൊന്നും മറ്റേ ഫീൽ ചെയ്യുന്നില്ല. ഈശ്വരാ, നാളെ മിക്ക റിച്ചുവിന് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വരും കേട്ടോ. വയറിളകി ചാവുന്നു. സൂപ്പർ. നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത് നമ്മളുടെ കോംബോ എന്ന് പറയുന്നത് ബിങ്കോ പ്ലസ് യോഗർട്ട് പ്ലസ് ഹണിയാണ് കേട്ടോ. നെക്സ്റ്റ് കോംബോ. അതെ, ആദ്യം നമുക്ക് എന്താ ചെയ്യും? ഹണി ഒഴിയാം. ഹണി അതിനകത്ത് മുക്കാൻ പറ്റുമോ? മുക്കായത് ഒഴിച്ചോ, അല്ലെങ്കിൽ കയ്യിലോട്ട്. ഓക്കെ, ഇതിനി നന്നായിട്ട് മിക്സ് ചെയ്യാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ആണോ? കൊള്ളാം കൊള്ളാം, സൂപ്പർ. എനിക്ക് ഇഷ്ടമായി. ഹണിയിൽ മുക്കിയിട്ട്
കേരളക്കരയ്ക്ക് ആകെ മൊത്തം ഇപ്പോ പുതിയ പുതിയ വെറൈറ്റി ഫുഡ് കിട്ടിയിരിക്കുകയാണ്. ഇതൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. നല്ല ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നല്ല രസമുണ്ട് കഴിച്ചോ. ഞാൻ ട്രൈ ചെയ്ത് നോക്കാലോ. നോക്കണം. ആദ്യമായിട്ട് ആങ്കറും നോക്കാൻ പോകുന്നു. ഞാൻ അത് ഇട്ടാ മതി. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണേ. ഏതാ ഇത്? ആദ്യം ഇതിൽ മുക്കിയ ഹണി മുക്കിയ ഞാൻ കഴിക്കുമ്പോ കേട്ടോ ഞാൻ ഹണിയിൽ മുക്കി പിന്നെ അത് നന്നായിട്ട് യോഗട്ടിലെ ലേശം കൂടുതൽ എടുത്തുകൂടായിരിക്കോ? എടുത്തു സത്യം. നല്ല ടേസ്റ്റ് അല്ലേ? മധുരവും എരിവും എല്ലാം കൂടി ആയിട്ട് ഇഷ്ടായില്ലേ? കുഴപ്പമൊന്നുമില്ല. ரொம்ப പ്രമാദം. ഇനി മേലാൽ ഈ വക സാധനമായിട്ട് ബാത്ത് കണ്ടുവരുന്നത്. അപ്പൊ നമ്മുടെ ഈ ഫുഡ് പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ റിച്ചു, നമ്മൾ സാധാരണ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുറെ പേരൊക്കെ കമന്റ് സെക്ഷൻ ഒക്കെ അങ്ങ് ഓഫ് ആക്കി ഇടും. ഇത് കമന്റ് സെക്ഷൻ ഒക്കെ ഇങ്ങനെ ഓൺ ആക്കി ഇടാനുള്ള ധൈര്യം വന്നു. അതെന്താ വെച്ചിട്ടുണ്ടെ കമന്റ് ഒക്കെ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ അവരെന്താ പറയണത് നമുക്ക് എനിക്കൊരു ത്വരയുണ്ട്. അവരെന്താ പറയുന്നത് കേൾക്കാനുള്ള ഒരു രസം. പിന്നെ പറയുന്നവർ പറയട്ടെ എന്ന് വിചാരിക്കും. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് കമൻസ് ആണ് കൂടുതലായിട്ട് റീച്ച് ആകാൻ. നമ്മൾ അധികം നോക്കിയാൽ കാണാൻ പറ്റും അങ്ങനെയുള്ള വീഡിയോസ് അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള വീഡിയോസാണ് ആൾക്കാരിലേക്ക് എത്തുക. ഇപ്പോൾ ഒരു 100 പേര് അത് കാണും, അത് 100 പേർക്ക് ഷെയർ ചെയ്യും, അതൊരു 200 പേർക്ക് വേറെ. കാരണം എന്തിനാ തെറി പറയെന്നും പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ അത് എന്നുള്ള രീതിയിലായിരിക്കും. അപ്പോൾ അതങ്ങനെ ക്ലിക്കായി പോകും. അപ്പോൾ കമൻറ്റ് ഓഫ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ അത് അവരെന്താ പറയുന്നത് എന്നുള്ളത്. അപ്പോൾ പറയട്ടെ എന്ന് വിചാരിക്കും. അവരിഷ്ടമല്ലേ, അവരുടെ റിയാക്ഷൻ കാണിക്കുന്നു, നമ്മൾ വീഡിയോ ചെയ്യുന്നു. നമ്മളെ ഇതെന്താ, നമ്മൾക്ക് 10 പേര് കാണുക. അത് അല്ലാതെ ഇൻസ്റ്റാഗ്രാമിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ക്ലിക്കാൻ വേണ്ടി എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ നിൽക്കുന്നു, എല്ലാവരും വീഡിയോ ചെയ്യുന്നതൊക്കെ. അപ്പോൾ ആ ഒരു മൈൻഡിൽ ചെയ്യുന്നു. ആൾക്കാർ കമന്റ് പറയുമ്പോൾ സന്തോഷം. അല്ലാതെ ഞാൻ അതിന് റിയാക്ട് ചെയ്യാനോ നീ എന്തിനാണോ അങ്ങനെ പറഞ്ഞ അങ്ങനൊന്നും പറയാൻ പോവില്ല. പറയട്ടെ എല്ലാവരും, സന്തോഷം. എനിക്കറിയാം ഞാനൊരു വീഡിയോ ചെയ്താൽ ആ വീഡിയോക്ക് എന്തായാലും വരാൻ പോകുന്ന കമന്റ്സിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ ഉണ്ടാവും. നോർമൽ ഒരു വീഡിയോ ചെയ്യുവാണെങ്കിൽ നോർമലായിട്ടുള്ള കമന്റ്സേ വരുള്ളൂ. അപ്പോൾ ഇങ്ങനെ അറിയാം. അപ്പോൾ നമ്മളത് മൈൻഡിൽ വെച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അറിയാം ആൾക്കാർ പറയും. പിന്നെ കൂടുതൽ ക്ലിക്കായാലും ഒരുപാട് കമന്റ്സ് വരുമ്പോൾ ഞാൻ അങ്ങനെ എടുത്തു നോക്കാറില്ല. കുറെ അങ്ങനെ എടുത്തു നോക്കാണ്ടാവുമല്ലോ. അത് ആ ഒരു മൈൻഡിൽ അങ്ങോട്ട് വിടല്ല. ഇപ്പൊ ഈ മെയിൻ ആയിട്ട് റിച്ചൂസിന്റെ ഈ വീഡിയോസ് ഷെയർ ചെയ്യപ്പെടുന്നത് അയ്യോ ഇത് കണ്ടോ, അതായത് ചെയ്യുന്നത് കണ്ടോ എന്നൊക്കെയുള്ള രീതിയിലായിരിക്കും കൂടുതലും അയച്ചു കൊടുക്കുന്നത്. അറിയാമായിരിക്കുമല്ലോ. അറിയാം. ഞാന് പിന്നെ എന്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആൾക്കാരിലേക്ക് എത്തട്ടെ എന്ന് വിചാരിച്ചാ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ കൊണ്ട് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് മാത്രം ചെയ്യുക. എനിക്ക് ഉറപ്പാണ് ഞാൻ ഭയങ്കര സ്റ്റൈലിലൊക്കെ ഇങ്ങനെ നിന്നിട്ട് സ്ലോമോയിൽ ഇങ്ങനെ 4 പ്രാവശ്യം കറങ്ങിയാലൊന്നും ഒരാളും തിരിഞ്ഞു നോക്കൂല. ഏറിപ്പോയ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു 70-60 ആൾക്കാരുണ്ടാവും. അവർ വന്നിട്ട് സുന്ദരി അല്ലെങ്കിൽ സുന്ദരിയായിട്ടുണ്ടല്ലോ, നല്ല രസമുണ്ട് അങ്ങനെയൊക്കെ പറയാല്ലാതെ വേറെ ആരും ഒന്നും പറയൂല, എനിക്ക് ഉറപ്പാണ്. അപ്പോൾ നമ്മൾ ക്ലിക്കാവുന്ന ഏതിലാണോ അത് നോക്കിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. അങ്ങനെയാണ് ഈ പച്ചമീൻ്റെ അങ്ങനെയൊക്കെ വീഡിയോസ് ചെയ്യാം. പിന്നെ ആൾക്കാർ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് പറയും അങ്ങനെ ചെയ്യല്ലേ, പിന്നെ ഹെൽത്ത് പ്രശ്നം വരും അങ്ങനെയൊക്കെ പറയാറുണ്ട്. അതൊക്കെ നമ്മളോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നതാണ്. അതൊക്കെ ഞാൻ ആ രീതിയിലേ എടുക്കാറുണ്ട്. അപ്പൊ ചോദിക്കട്ടെ, ഈ ഇങ്ങനൊക്കെ കഴിച്ചിട്ട് ഹെൽത്ത് ഒക്കെ പ്രശ്നമായിട്ടുണ്ടോ? പിന്നെ മുട്ടയും മൈസൂർ പാക്കും ഒരു ദിവസം കഴിച്ചിട്ട് വയറിളകിയിട്ട് ഒരു 2-3 ദിവസം ബാത്റൂമുമായിട്ടുള്ള ഒരു മൽപ്പിടുത്തത്തിലായിരുന്നു ഞാൻ. പിന്നെ അത് നോർമലായി വന്നു. പിന്നെ ഞാൻ ഈ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് മറ്റേ വയറിളക്കം നിർത്താൻ വേണ്ടിയിട്ട് കട്ടൻ ചായയിൽ നാരങ്ങാനീരൊക്കെ പിഴിഞ്ഞ് കുടിയായിരുന്നു. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ വയറൊക്കെ ഓക്കെ ആയി. അങ്ങനെ വയറിളക്കൊക്കെ പിടിച്ചിട്ടുണ്ട്, ഇല്ലാന്നൊന്നും പറയാൻ പറ്റില്ല. എന്നിട്ട് ഈ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ വയറിനും തലച്ചോറിനും ഒക്കെ മനസ്സിലാവില്ല ഇവളോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, എന്തായാലും ചേട്ടാ പണ്ടാരോ എന്നുള്ളൊരു മൈൻഡിലപ്പോ വയറ് നിൽക്കുന്നത്. ചെയ്യട്ടെ, ഇനിയിപ്പോ ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ ഓള് മറ്റേ കട്ടൻ ചായ കുടിച്ചിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തുന്നുണ്ട് എന്നുള്ള ഒരു മൈൻഡ് അപ്പൊ വയറ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ വലിയ രീതിയിലുള്ള വയറിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ കമന്റ് ബോക്സിലൊക്കെ ആൾക്കാർ പറയും വയറിളക്കി ചാവട്ടെ അങ്ങനെയൊക്കെ പറയും. ഇങ്ങനെ ഇനിയും വയറിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരണമെങ്കിൽ ഞാൻ ബെസ്റ്റ് കോംബോ പറഞ്ഞുതരാം. നാരങ്ങാ വെള്ളവും ഷെയ്ക്കും 2 കുടിച്ചാൽ മതിയോ വയറിളകുവോ? പിന്നെ അനുഭവം ഉണ്ടെന്നേ. ആണോ? എന്നാ പിന്നെ അടുത്ത പ്രാവശ്യം അത് നോക്കാം. 2 കൂടെ ഒന്നിച്ച് കുടിച്ചാൽ മതി, അപ്പൊ മനസ്സിലാവും.
രണ്ടു ദിവസം പിന്നെ നല്ല അടിപൊളിയായിരിക്കും. അനുഭവം ഉണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഞാനിപ്പോ റിച്ചുവിന്റെ ടാസ്ക് തരുവാണ്. ഞാൻ കുറച്ച് റിച്ചുവിന്റെ വീഡിയോസിന്റെ കമന്റ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനൊന്ന് റിയാക്ട് ചെയ്യണം. ആ കമന്റ്സ് എന്താ തോന്നുന്നത് വെച്ചാൽ അത് റിയാക്ട് ചെയ്തോ. എന്തെങ്കിലും പറയണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ചിരിക്കണമെങ്കിൽ ചിരിക്കാം, എന്തെങ്കിലും ചെയ്യാം. അപ്പൊ ഞാൻ ഓരോന്നോരോന്നിട്ട് വായിക്കാവേ. എടി, എന്റെ അടുത്തിരുന്ന എന്റെ കൂട്ടുകാരൻ ഇത് കണ്ടപ്പോൾ അവൻ ചോദിക്കോ നിനക്ക് തലയ്ക്ക് സുഖം ഇല്ലേ അത്. അതെ, അത് പൊതുവെ എന്റെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ എല്ലാരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, തലയ്ക്ക് സുഖമില്ലേ, ഊളംപാറ കൊണ്ടോ അല്ലെങ്കിൽ മറ്റേ കുതിരവട്ടം അടുത്താണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അത് കേൾക്കുമ്പോ എനിക്ക് ഇഷ്ടമാ. അപ്പൊ ഞാൻ വിചാരിക്കും അത് നമ്മളൊരു എനിക്ക് വലിയൊരു മോശമായിട്ട് തോന്നിയിട്ടില്ല, എനിക്ക് ഇഷ്ടമായി അത്. ഓക്കെ, അടുത്തൊരു കമന്റ്, അടുത്ത കർക്കിടകം വരെ ഉള്ളു നീ. അതൊക്കെ കേൾക്കുമ്പോൾ ഒരു സങ്കടം വരും. ഫസ്റ്റ് ഒരു സങ്കടം വരുമോ, ഈ മരണം എന്നൊക്കെ പറയുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം നല്ലോണം ചിരിച്ചുകൊണ്ട് നല്ല ആരോഗ്യപരമായ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ അന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേ ചിലപ്പോൾ തലയിറങ്ങി വീണ് മരിക്കുന്നവരുണ്ട്. അപ്പം മരണത്തെക്കുറിച്ചൊന്നും ഇപ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ ഞാനിപ്പോൾ ഈ ഫുഡ് കഴിക്കാതെ തന്നെ ഞാൻ വളരെ ഹെൽത്തി ആയിട്ട് ഇരുന്നിട്ടും ഞാൻ അങ്ങനെ മരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അതൊക്കെ പറയുമ്പോൾ ഞാൻ വിചാരിക്കും ഇതൊക്കെ എന്തുദ്ദേശിച്ചാ പറയുന്നത്, പറയുന്നവർ പറയട്ടെ, അങ്ങനെ ഒരു മൈൻഡിൽ അങ്ങോട്ട് എടുക്കും. അടുത്ത കമന്റ്, എന്തൊക്കെ കോപ്രായങ്ങൾ കാണിച്ചിട്ട് അങ്ങോട്ട് റീച്ച് ആകുന്നില്ല അല്ലേ, അതിന്റെ കേടാണ് കഷ്ടം. അപ്പം ഈ ഒരു കമന്റ് ഇതിനെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റീച്ച് ആയതുകൊണ്ടാണല്ലോ ഈ വ്യക്തി വന്നിട്ട് ഈ കമന്റ് ഇട്ടത്. അപ്പോൾ ക്ലിക്ക് ആയിട്ടില്ലായിരുന്നെങ്കിൽ 4-5 പേര് വന്നേ കമന്റ് ഇടുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു 2000, 3000, 5000 കമന്റ്സ് ഒക്കെ വന്ന കുറെ വീഡിയോസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോയ്ക്ക് ഇങ്ങനെ ഒരാൾ, എന്നെ അറിയ പോലും അറിയാത്ത ഒരാൾ വന്ന് കമന്റ് ഇട്ടിട്ടുണ്ട്. അത് ക്ലിക്ക് ആയതുകൊണ്ടാണല്ലോ. അപ്പോൾ അതുപോലും അറിയാതെയാണ് ഒരു കമന്റ് ഇടുന്നത്. ഓക്കെ, ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് എന്ത് വേണം ചെയ്യാം. കാരണം അതിന്റെ എന്താ പറഞ്ഞേ, ലിമിറ്റ് ഇല്ലാതെ എന്ത് വേണം ചെയ്യുന്ന ഒരു കാലഘട്ടമാണല്ലോ ഇപ്പൊ. അപ്പൊ നമ്മളിങ്ങനെ ഫുഡ് കഴിക്കുന്ന ഒരു വീഡിയോ ഒക്കെയാണ് മാക്സിമം പോയി ഇടുന്നത്. പക്ഷെ ഇത് കണ്ടിട്ട് പോലും മറ്റേ ലൈക്കിന് വേണ്ടി ഇത് ചെയ്യുന്നു, അല്ലെങ്കിൽ കോപ്രായങ്ങൾ കാണിക്കുന്നു, തരം താഴ്ന്നൊക്കെ പറയുമ്പോഴത്തേനെ ഇതിലും മോശമായിട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ. അപ്പൊ ഇതിങ്ങനെ കാണുമ്പോഴത്തേനും റിച്ചു എന്താ തോന്നിയിട്ടുള്ളത്? ഞാൻ ഈ അടുത്തൊരു വീഡിയോ ചെയ്തായിരുന്നു. ഒരു കുട്ടി ഭയങ്കരമായിട്ട് ഫുഡ് കഴിക്കുന്ന വീഡിയോസ് ഒക്കെ ഇട്ടതിന്റെ അതിന് റിയാക്ട് ചെയ്തുകൊണ്ടുള്ള ഈ മറ്റേ ഇതൊക്കെ മെറ്റലൊക്കെ എടുത്ത് കഴിക്കുക, പുല്ലെടുത്ത് തിന്നുകയൊക്കെ ചെയ്തു. അപ്പോൾ അതിലൊരു കമന്റ് വന്നായിരുന്നു, പിന്നെ ഇതൊക്കെ കണ്ട് കുട്ടികൾ അനുകരിക്കും, അപ്പോൾ അതൊന്നും നോക്കിയിട്ട് വേണ്ട വീഡിയോ ചെയ്യാന്നൊക്കെ. അപ്പോൾ ഞാൻ അതിനകത്തൊന്ന് റിപ്ലൈ കൊടുത്തത്, കുട്ടികളെ നോക്കേണ്ടത് മാതാപിതാക്കളുടെ കടമയാണ്. പിന്നെ നമ്മൾ കുട്ടികളെ അനുകരിക്കുമോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യണമെന്ന് വിചാരിക്കുന്ന വീഡിയോ ചെയ്യാതിരിക്കുന്നത്, അത് നമ്മളെ ഇൻസ്റ്റാഗ്രാം, നമ്മളെ ID നമ്മളുടേതായ രീതിയിൽ ചെയ്യുന്നു. കമൻറ്റ്സ് അവർ ഇട്ടോട്ടെ, പക്ഷെ അവർ അനുകരിക്കും എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ അതിനെക്കുറിച്ച് ഒരു റിപ്ലൈയും കൊടുത്തില്ല. അതിന് കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്തതാണ്, കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്യാതിരുന്നതാണ്. അതൊക്കെ ആ ഒരു മെൻറ്റാലിറ്റിയിൽ അങ്ങ് എടുക്കുക. ജസ്റ്റ് ഒരു വീഡിയോ, എത്ര വീഡിയോസ് വളരെ മോശമായിട്ട് ആൾക്കാർ ചെയ്യുന്നുണ്ട്, എത്ര വീഡിയോസ് അനുകരിക്കാൻ പറ്റാത്തത് ചെയ്യുന്നുണ്ട്, മലമൂട്ടിന്ന് താഴോട്ട് ചാടുന്നുണ്ട്, വെള്ളത്തിൽ വീണ് ചാവാൻ, അങ്ങനെയൊക്കെ കുറേ വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം അനുകരിക്കുന്ന വീഡിയോസ് തന്നെയല്ലേ. അപ്പോൾ ജസ്റ്റ് വീഡിയോ ആയിട്ട് കാണുക, ഇഷ്ടമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളയുക, ഇഷ്ടമുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. പിന്നെ കമൻറ്റ് ഇടുന്നവരിടുക. പക്ഷെ ഇങ്ങനെയൊക്കെ ഇടുമ്പോൾ എനിക്കാ ചിരി വരുന്നത്, കുട്ടികൾ കാണുന്നു വിചാരിച്ചിട്ട്. അങ്ങനെയാണെങ്കിൽ കുട്ടികളെ ഫോണേ കാണിക്കാൻ പറ്റില്ല, ഫോണിൽ എന്തൊക്കെയാ വരുന്നത്. അങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ വരുന്നത്, അങ്ങനെയാണല്ലോ. സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവർ ഇഷ്ടമുള്ളത് ചെയ്യുന്നു, ഇഷ്ടമില്ലാത്തത് കളയുക, അത്രയാണ്. നമ്മൾ ഈ വീഡിയോസ് ഒക്കെ തുടങ്ങിയ സമയമുണ്ടല്ലോ, ആ സമയത്തൊക്കെ ഉള്ളൊരു ആളുകളുടെ റിയാക്ഷൻ ഒക്കെ എങ്ങനെയായിരുന്നു? വീഡിയോസ് ഒക്കെ തുടങ്ങിയ സമയത്ത് ഒരാളും സപ്പോർട്ട് ഇല്ലായിരുന്നു. കാരണം ഞാൻ അങ്ങനത്തെ വീഡിയോ ആണല്ലോ ചെയ്യല്. നല്ല ഒരു ഭംഗിയിൽ ഒരുങ്ങിയിട്ടോ അങ്ങനെയൊന്നും അല്ല, ഫുള്ള് വെറുതെ രൂപമായിട്ടും ഭയങ്കര ഫേസൊക്കെ അങ്ങനെ വീർപ്പിച്ച് വെച്ച് കുറേ മേക്കപ്പ് ഒക്കെ വലിച്ചു വാരിയിട്ടിട്ടുള്ള വീഡിയോസാണ്. അപ്പോൾ ആൾക്കാർ കളിയാക്കുമായിരുന്നു. ഞാൻ വർക്ക് ചെയ്ത സ്ഥലത്തുള്ള കുറേ ആൾക്കാർ നമ്മൾ വട്ടമിട്ട് ഊക്കിയിട്ടൊക്കെ ഉണ്ട്. ഹോസ്പിറ്റലിലൊക്കെ ഡോക്ടേഴ്സിനൊക്കെ ഇത് കാണിച്ചു കൊടുത്തിട്ട് നമ്മളെ മുന്നിൽ നിന്ന് അഴിച്ച് നോക്കണ. അവിടെയാണോ വർക്ക് ചെയ്തേ? ഞാൻ മിംസിലാണ് വർക്ക് ചെയ്തത്, ഹെൽത്ത് കെയർ ആയിട്ട് വർക്ക് ചെയ്തായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഡോക്ടേഴ്സിനൊക്കെ നമ്മളെ കൂടെയുള്ള ഫ്രണ്ട്സ് അവർ നമ്മളെ അപ്രതീക്ഷിതമായിട്ടാണ് ഊക്കുക. കാരണം നമ്മൾ അവിടെ നിൽക്കണമെന്ന് തോന്നുമ്പോൾ ചാടി വന്നിട്ട് ഇതേ ഡോക്ടർ നോക്കിയേ ഇവൾ ചെയ്ത വീഡിയോ, അപ്പോൾ അവർ ഓട്ടോമാറ്റിക് ചിരിച്ചു പോകും. അപ്പോൾ എല്ലാവരും മുന്നിൽ നിന്നും പറയാം. പിന്നെ പേഷ്യൻസിനൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്, കോവിഡൊക്കെ വന്ന പേഷ്യൻസ് ഇങ്ങനെ ഭയങ്കര ഇതായി നിൽക്കുന്ന സമയത്തൊക്കെ ദേ അപ്പൂപ്പ നോക്കിയേ ധാരാ നോക്കിയൊരു വീഡിയോ കാണിച്ചു കൊടുക്കും. ചില അമ്മൂമ്മമാരൊക്കെ ചിരിക്കും. അപ്പോൾ എനിക്കൊരു സന്തോഷം ഉണ്ടാവും. കാരണം ഇത്രയും
വയ്യാതെ കിടക്കണ ഒരാളാണെങ്കിലും നമ്മളെ വീഡിയോ കണ്ട് ചിരിച്ചാൽ ഡോക്ടേഴ്സിന്റെ മുന്നിൽ നിന്നൊക്കെ വട്ടമിട്ട് ഊക്കും. ആൾക്കാർ ഫ്രണ്ട്സ് എല്ലാവരും കൂടി വട്ടമിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മളെ വീഡിയോനെ കുറിച്ച് പറഞ്ഞ് കളിയാക്കുക അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം എന്തെങ്കിലും ഒരിക്കൽ ക്ലിക്ക് ആവും. ഇതിപ്പോ എന്നും പോലെ തന്നെ ആരും നിൽക്കൂലല്ലോ, എന്തെങ്കിലും ഒരിക്കൽ ക്ലിക്ക് ആവട്ടെ. അന്ന് ഈ പറഞ്ഞവരൊക്കെ നമ്മളോട് വന്നിട്ട് നല്ലതാട്ടോ സപ്പോർട്ട് ഉണ്ട് കേട്ടോ എന്ന് പറയുന്നു. അങ്ങനെ തന്നെ നടന്നു. അന്ന് കളിയാക്കിയവര് പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച് അവർ പറയും ഇനി വീഡിയോ ഇങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ വരുന്ന സമയത്ത് വരണം കേട്ടോ, നമുക്ക് ഫോട്ടോ എടുക്കാം വീഡിയോ എടുക്കാം എന്നൊക്കെ പറയും. അപ്പൊ ഞാൻ വിചാരിക്കും നമ്മൾ അന്ന് കളിയാക്കിയ ആൾക്കാര് നമ്മളൊന്ന് ക്ലിക്കായ സമയത്തോ അല്ലെങ്കിൽ 4 പേര് അറിഞ്ഞെന്ന് തോന്നിയ സമയത്ത് നേർ വിപരീതം വന്നിട്ട് സപ്പോർട്ട് ചെയ്യാറുണ്ട് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അത് കേൾക്കും സന്തോഷം. കാരണം എന്തെങ്കിലും ഒരിക്കലും ക്ലിക്ക് അത്ര ഞാനും പ്രതീക്ഷിച്ചുള്ളൂ. ഇത്രയൊക്കെ ഞാനും ആഗ്രഹിക്കുന്നു. നമ്മൾ കളിയാക്കിയവര് തിരിച്ചു വരും, എന്തെങ്കിലും തിരിച്ചു വരും. അതിനുവേണ്ടി അന്ന് ഇവര് കളിയാക്കിയപ്പോ അത് നിർത്തി വെച്ചിരുന്നെങ്കിൽ ഞാൻ എവിടെ എത്തൂലേ എന്ന് വെച്ചാൽ ആരും അറിയില്ലായിരുന്നു. ആദ്യമായിട്ട് ചെയ്തൊരു ഇങ്ങനത്തെ ഏത് വീഡിയോ ആണെന്ന് ആദ്യമായിട്ട് ഇങ്ങനത്തെ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. അല്ല, മറ്റേ ഇങ്ങനെ ഫുഡിന്റെ ഏതെങ്കിലും ആദ്യമായിട്ട് ചെയ്തത് പച്ച ചിക്കനും അടപ്രഥമനും ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിക്കുന്ന വീഡിയോ ചെയ്തത്. അത് ആ വീഡിയോ ചെയ്ത് കുറെ എനിക്ക് തോന്നുന്നു 80K എങ്ങാനും ലൈക്ക് 80K എങ്ങാനും ലൈക്ക് കിട്ടിയിട്ടുണ്ട്. കമൻസ് ആണെങ്കിൽ തുറക്കാൻ പറ്റില്ലായിരുന്നു, ആൾക്കാരുടെ തള്ളിക്കയറ്റായിരുന്നു തെറിൻ്റെ. അങ്ങനെ കുറെ അങ്ങനെ ക്ലിക്കായി വന്നത്. പിന്നെ ഞാൻ ഇങ്ങനെ ആലോചിക്കും ഇന്ന് എന്താ ചെയ്യാം, ഇന്നലെ പച്ചിറച്ചി തിന്ന് അപ്പൊ ഇന്ന് ഞാൻ പച്ചമീൻ കഴിക്കാം. അങ്ങനെ വെറൈറ്റി ഐറ്റംസ് ആൾക്കാർക്ക് എന്താണോ അശേ എന്ന് തോന്നുന്നത് അത് കഴിക്കുമ്പോഴാണ് ക്ലിക്ക് ആവുക. അങ്ങനെ വിചാരിച്ച് വീഡിയോസ് അതിലാണ് എന്റെ ത്രില്ലിരിക്കുന്നത്. അങ്ങനെയാണ് എന്റെ ത്രില്ലിരിക്കുന്നത്.